സഹോദരിമാർ മനസ്സിലാക്കണം. ഈയിടെ ഒരു ഉമ്മ ഗർഭകാലത്ത് വാപ്പ മരിച്ചതാണ്. പിന്നെ ആ അമ്മ പ്രസവിച്ചു പെൺകുട്ടി. ആ പെൺകുട്ടിനെ അമ്മ നോക്കി നോക്കി വളർത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ബഷീർ മാഷ നിങ്ങൾക്കിത് നാടാണല്ലോ അല്ലേ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ നമ്മളവിടെ ഒരു സംഭവം മനസ്സിലാക്കണം. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ഉമ്മാക്ക് കല്യാണം വന്നു. ആ ഉമ്മാന്റെ ആരോഗ്യം നശിച്ചിട്ടില്ലല്ലോ. കല്യാണം വന്നപ്പോ ഭർത്താവ് മരിച്ചിരിക്കുന്ന ആ ഉമ്മ, പടച്ചോനെ എന്റെ കുട്ടി എന്ന് വിചാരിച്ചിട്ട് ആ ഉമ്മ വലിയൊരു കല്യാണത്തിന് നിന്നില്ല. കുട്ടിന്റെ മേത്താണ്. വാപ്പ മരിച്ചപ്പോ ഈ പെൺകുട്ടിയും കൂടി ആയപ്പോ ആ കുട്ടിനെ മുഴുവൻ സംരക്ഷണം എടുത്ത് ഉമ്മ ജീവിക്കാണ്. ഉമ്മ ആ കുട്ടിനെ പോറ്റി 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. ഇപ്പൊ ഈ പെൺകുട്ടി ഡിഗ്രി 2ാം വർഷത്തിലാണ്. ഡിഗ്രി 2ാം വർഷത്തിൽ പഠിക്കാൻ, ഡിഗ്രി 2nd ഇയറിന് പഠിക്കണ സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉമ്മാക്ക് മോളെ കാണാനില്ല. എവിടെ പോയി മോള്? നാട്ടിലെ ചില ആളുകൾക്കൊക്കെ സ്വകാര്യമായിട്ട് അറിയാം ഈ പെൺകുട്ടിക്ക് ചില അവിഹിത ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ ഉമ്മയും മോളും നിൽക്കണ ഒരു അറ്റാച്ച്മെന്റിൽ അത് പറയാൻ ആർക്കും കഴിയില്ല. അത്രയാണ് ഉമ്മ മോളെ നോക്കണത്. ഡിഗ്രി 2nd ഇയർ പഠിക്കണ സമയത്ത് ഈ പെൺകുട്ടിയെ ഒരു ദിവസം രാത്രി ഉമ്മ സുബൈക്ക് നീച്ച് നോക്കുമ്പോൾ പെണ്ണിനെ കാണാനല്ല. ആ റൂമിൽ നോക്കി, ഈ റൂമിൽ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, ആരോക്കത്ത് നോക്കി. ഉമ്മ പേടിച്ച് പരക്കം പാഞ്ഞ് പടച്ചോനെ എന്റെ കുട്ടി അവിടെ പോയി. അയൽവക്കക്കാരൊക്കെ വിവരം അറിഞ്ഞ്, അയൽവാസികൾക്കിത് വേഗം മനസ്സിലായി. ഇനി പെൺകുട്ടി രാത്രി സമയത്ത് ഉമ്മാനെ കിടത്തി ഉടക്കിയിട്ട് ഉമ്മാനെ ഉറക്കിക്കിടത്തിയിട്ട് പെൺകുട്ടി മറ്റൊരാളെ കൂടെ ഓടിപ്പോയതാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് അവസാനം പോലീസ് സ്റ്റേഷനിലായി. പോലീസുകാർ കണ്ടെത്തി. മൈസൂരിലോ ഊട്ടിയിലോ അവിടെ എങ്ങാണ്ടും വെച്ചിട്ട് അവരെ കണ്ടെത്തി. പെൺകുട്ടിയെയും കാമുകനെയും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാക്കുമ്പോൾ ആ ഉമ്മാന്റെ മനസ്സ്, പടച്ചോനെ എന്റെ മോളെ കണ്ടല്ലോ, ജീവൻ ബാക്കിയുണ്ടല്ലോ എന്റെ കുട്ടിക്ക്. കോടതിയിൽ ചെല്ലാൻ വേണ്ടി പറയുമ്പോ ഉമ്മ ഇതുവരെ പോറ്റിയ സ്നേഹം വെച്ചിട്ട് കോടതിക്ക് പോവുകയാണ്. എന്റെ കുട്ടി എന്നെ കണ്ടാ എന്റെ ഒപ്പം പോരുന്നുള്ള ഉറപ്പിലാണ് ഉമ്മ പോണത്. ഉമ്മ കോടതിയിൽ ചെന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഉമ്മ നിൽക്കണ ഭാഗത്തേക്ക് ആ പെണ്ണ് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. കോടതി ആ പെണ്ണിനോട് ചോദിച്ചു, അതാരാണ്? അതെന്റെ ഉമ്മയാണ്. നീ ഉമ്മയുടെ കൂടെ പോണോ അതല്ല നിന്റെ ഈ കാമുകന്റെ കൂടെ പോണോ? ആ പെൺകുട്ടി പരസ്യമായിട്ട് ഞാൻ ഇവന്റെ കൂടെ പൊയ്ക്കോളാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കോടതിയിൽ ബോധരഹിതയായി വീണു. ഉമ്മാനെ ഓട്ടോറിക്ഷയിലേക്ക് മറ്റുള്ള ആളുകൾ താങ്ങിയെടുത്ത് കിടത്തിയിട്ട് ഉമ്മ വീട്ടിൽ വന്ന ശേഷം സുബ്ഹാനല്ലാഹ് ആ ഉമ്മ തികച്ചും പറഞ്ഞാൽ 1 വർഷമായി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു കല്യാണത്തിന് ആ ഉമ്മ പോയിട്ടില്ല, ഒരു മരിച്ച വീട്ടിൽ പോയിട്ടില്ല. അങ്ങനെ മകളെ കാണാത്ത വേദനയും വിഷമവും എന്റെ മകൾ എന്ത് തന്നെ ആയാലും ഉമ്മാക്ക് മറക്കാൻ കഴിയാത്തത്. ഞാൻ ആ കോടതിയിൽ വെച്ചുകൊണ്ട് എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ ഞാനവിടെ വീണ് കടന്നിട്ട് ഒരു അന്യ പുരുഷൻ എന്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. ഞാനവിടെ ബോധമില്ലാതെ വീണ് കടന്നിട്ട് പോലും എന്റെ മകൾ എന്നെ കാണാൻ വന്നില്ലല്ലോ. നീരിന്റെ മഴയിൽ ജീവിക്കാണ്. 1 വർഷം കഴിഞ്ഞു. അപ്പണ്ട് ഒരു ദിവസം ആ അമ്മാന്റെ വീട്ടിക്ക് 2 മൂല്യന്മാരും 3 കാരണന്മാരും ഇങ്ങനെ വരുന്നേ. അപ്പൊ എന്താ സംഭവം? ഈ പെണ്ണ് വാട്സപ്പ് കിട്ടിയ പുതിയാപ്പളുടെ കൂടെ പോയതാണ്. 1 വർഷം കഴിഞ്ഞു. അവള് ഗർഭം തികഞ്ഞു. ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞിട്ട് കുട്ടി നോക്കുമ്പോൾ നല്ലൊരു പെൺകുട്ടി. പക്ഷെ എന്താ സംഗതി? കുട്ടിക്ക് മുച്ചിറിയാണ്. മുച്ചിറി പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? ഈ ചുണ്ടിന്റെ ബടല്ല, 2 ചുണ്ടും കൂടി മേലെ ചുണ്ട് കൂടണില്ല, ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒഴിവാ. അതുകൊണ്ട് മൂക്കിന്റെ ഈ പാലം മുറിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പൊന്തിയാ നിൽക്കണത്. ഇങ്ങനെയാണ് കുട്ടി. പ്രസവ വാർഡിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് പുറത്ത് കാത്തു നിൽക്കണം. ഈ കുട്ടിനെ ഈ പെണ്ണിനെ ചാടിച്ചുകൊണ്ടേ ചങ്ങായി ഉണ്ടല്ലോ, അല്ലാഹു റബ്ബി, പുറത്ത് കാത്തു നിൽക്കണ ഇവന് സിസ്റ്റർമാർ കൊണ്ടുവന്നിട്ട് ആദ്യം പെൺകുട്ടിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ പെൺകുട്ടിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ആവേശത്തോടു കൂടെ നോക്കാൻ വേണ്ടി വന്ന ഇവൻ കുട്ടിനെ കണ്ടിട്ട് മൂക്കും ചെറിയൊക്കെ പണങ്ങനെ മുച്ചിറിയായി കണ്ടപ്പോ ആ സമയത്താണ് പോയതാണ് ഇവൻ. പിന്നെ ഓനെ പറ്റി യാതൊരു അഡ്രസ്സും ഇല്ല. പ്രസവ വാർഡിൽ നിന്ന് വാർഡിലേക്ക് വന്നു. 3 ദിവസം കഴിഞ്ഞു. ആരെങ്കിലും ഈ പെണ്ണിനെ കാണാൻ വരുന്നുണ്ടോ, കേൾക്കാൻ വരുന്നുണ്ടോ, ചോദിക്കാൻ വരുന്നുണ്ടോ?
ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു പതിവുണ്ട്. എന്താണത്? പ്രസവിച്ചവരെ ഒരു കാറ് വിളിച്ചിട്ട് എന്താക്കും, ഇവിടെ ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കാണ്, അവിടേക്ക് എത്തിച്ചു കൊടുത്തു. ആ ക്വാർട്ടേഴ്സിൽ വേറെ 2 കുടുംബങ്ങൾ സാധുക്കൾ താമസിക്കുന്നുണ്ട്. ഈ പ്രസവിച്ച പെണ്ണിനെ നോക്കാൻ ആരുമില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല, കുളിപ്പിക്കാൻ ആളില്ല, ഒന്നിനും ആളില്ല. ആ പെണ്ണ് അവിടെ കടന്ന് നരകിച്ചു. ഈ ക്വാർട്ടേഴ്സിൽ 2 വീട്ടുകാർ പാവങ്ങൾ എപ്പോഴെങ്കിലും വല്ലതും കൊടുത്താൽ അത് കഴിക്കലായി. പ്രസവാനന്തരം 40 ദിവസമായപ്പോഴേക്കും വല്ലാത്ത കഷ്ടപ്പാട്. ആ ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ മഹല്ല് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. മഹല്ല് കമ്മിറ്റി പെണ്ണിനെ വന്ന് സമീപിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് വീട്? ഇവളെടുത്ത് എന്താ ഉള്ളത്? ഈ കാമുകനായി കിട്ടിയ പുതിയാപ്പളുണ്ടല്ലോ, ഓനെ പറ്റിയിട്ട് ബക്കെന്താ അറിയാ? ഒരു മൊബൈൽ നമ്പർ മാത്രം. ആ മൊബൈൽ നമ്പർ ഇപ്പൊ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഓൻ ആ സിമ്മൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓൻ പോണ പോക്ക് പോയി. ഓ മോളെ, നീ ഒന്ന് ആലോചിച്ചോ, ആ മഹല്ല് കമ്മിറ്റി അന്വേഷിച്ചു പോലെ അപ്പൊ ഇന്ന സ്ഥലത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മാനെ തെരഞ്ഞു വന്നതാണ്. ആ മഹല്ലത്തിലെ കാളിയാരും ഒരു കമ്മിറ്റിക്കാരനും ഇവിടുത്തെ മഹല്ലത്തിൽ വന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ വന്നു. അപ്പൊ ആ ഉമ്മാനത്തേക്ക് ഇവിടുത്തെ കാളിയാരും 2 കമ്മിറ്റിക്കാരും 3 കമ്മിറ്റിക്കാരായ ആൾക്കാരും 2 മൂല്യന്മാരും ഉണ്ട്. ഒരു കൊല്ലം പൂർത്തിയായ സമയത്ത് ഈ ഉമ്മാന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പൊ അമ്മാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേരുള്ള മകളുണ്ടോ? ആ ഉണ്ട്. ഓളെവിടെ പോയി? ഓളെവിടെ ഉള്ളത് എന്ന് അറിയില്ല, ഒരു കൊല്ലായല്ലോ പോയിട്ട്. ആ ഉമ്മ കരയാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ മകൾ ഇങ്ങനെ പ്രസവിച്ചു, അവളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവ് പോയിട്ടുണ്ട്, അവളിപ്പോ പട്ടിണി കടന്ന് മരിക്കാൻ പോവാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. ആ ഉമ്മ പറഞ്ഞു, ഓളെ മരിച്ചാലും വേണ്ട ജനിച്ചാലും വേണ്ടിയില്ല, എന്റെ പരീക്ക് ഓളെ കൊണ്ടുവരണ്ട. ഞാന് ഒരു കൊല്ലമായി ഇവിടെ കണ്ണീര് കുടിച്ച് ജീവിക്കാണ്. എന്റെ മോളെ ബാപ്പ പ്രസവത്തിന്റെ ഓൾക്ക് 7 മാസമായപ്പം ഭർത്താവാണ് മരിച്ചിട്ട് ഞാൻ എൻ്റെ മോളെ പോറ്റി വളർത്തിയവർക്ക് 20 വയസ്സ് കഴിഞ്ഞു. പാതിരാ സമയത്ത് എന്നെ ഉറക്കിക്കടത്തിയിട്ട് മിണ്ടാതെ പോയ ഓളെ കോടതിയിൽ വെച്ചിട്ട് ഞാൻ ബോധം കെട്ട് വീണിട്ട് പോലും എൻ്റെ അടുത്തേക്ക് വരാത്ത എൻ്റെ മകളുണ്ടല്ലോ, അവളവിടെ പട്ടിണി കിടന്നോട്ടെ, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. ഈ നാട്ടിലെല്ലാം നിങ്ങൾ വിവരം അറിയിച്ചോളും. ഇനി ഒരു പെണ്ണിനിങ്ങനെ പോകാൻ പൂതി വരരുത്, ഇങ്ങോട്ട് കിടക്കാൻ പറ്റൂലായിരുന്നു ആ ഉമ്മ. ഒരു കൊല്ലമായി ഞാൻ ഭക്ഷണം കഴിക്കാതെ, ഒരു കൊല്ലമായി ഞാൻ ഒരു കല്യാണത്തിന് പോകാതെ, എൻ്റെ കുടുംബത്തിലെ ആൾ ഇതിനിടയ്ക്ക് മരിച്ചു, എന്നിട്ട് പോലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എൻ്റെ മകള് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമാണ്. പക്ഷേ പോറ്റി വളർത്തിയ എന്നോട് ആ മകൾക്കൊരൽപ്പം ദയ തോന്നിയില്ലല്ലോ. ആ പറഞ്ഞ ആ ഉമ്മ പൊട്ടിക്കരയാണ്. ഓ പ്രിയപ്പെട്ട മക്കളെ, തൽക്കാലം വാട്സപ്പിലോ അല്ലെങ്കിൽ തൽക്കാലം വേറെ നിലക്കൊക്കെ പറഞ്ഞു പറ്റിച്ച് ചോര ഊറ്റി കുടിക്കാൻ കഴുകന്മാരുണ്ടാകും. ചോര ഊറ്റി കുടിക്കാൻ കഴുകന്മാരുണ്ടാകും. അവരെ പഞ്ചാര വാക്ക് കേട്ടിട്ട് ദിവസം നമ്മളെ പത്രം ഇങ്ങനെ നോക്കിയാൽ വിവാഹം വാഗ്ദാനം ചെയ്തു, എന്നെ ലോഡ്ജിക്ക് കൊണ്ടുപോയി, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ആ വാർത്ത ഇല്ലാത്തൊരു പേപ്പർ ഇപ്പൊ പത്രത്തിലുണ്ടോ? ഇന്നത്തെ പത്രത്തിലടക്കം നമുക്ക് കാണാം. ചിലപ്പോൾ വാഗ്ദത്തം ചെയ്തത് വലിയ ആളായിരിക്കും, ചെറിയ ആളായിരിക്കും, മുതലാളിയായിരിക്കും, വിദ്യാഭ്യാസമുള്ളതായിരിക്കും, ബാക്കിയുള്ളവരായിരിക്കും, ആരൊക്കെ ഉണ്ടാകും അതിൽ. ഓ എൻ്റെ പ്രിയപ്പെട്ട മോളെ, നിന്റെ തടിയും നിന്റെ അഭിമാനവും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും കാക്കാൻ നീ പഠിച്ചിരിക്കണം. ഒരു കല്യാണം എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലികം ഓടിക്കൂടാനുള്ളതല്ല. മനുഷ്യന് ദുനിയാവിലെ ജീവിതത്തിൽ മുഴുവനും നാളെ പാരത്രിക ലോകത്തും ഇതേ ഭാര്യ ഭർത്താക്കൾ സന്തോഷത്തിൽ സ്വർഗത്തിലിരിക്കും. വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ, ഹവ്വാ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ. അവിടെ വെച്ചുകൊണ്ട് ഹവ്വാ ബീവിയെ ആദം നബി നിക്കാഹ് ചെയ്തു. അപ്പൊ നിക്കാഹിന്റെ തുടക്കം സ്വർഗത്തിലാണ്. ഭൂമിയിൽ വന്നിട്ട് അവര് വിവാഹ ജീവിതത്തിന്റെ കുടുംബ ജീവിതം ആരംഭിച്ചു. അറഫയിൽ വെച്ചുകൊണ്ടാണ് രണ്ടാളും പിന്നെ കണ്ടുമുട്ടുന്നത്. അതാണ് അറഫ. ഉമ്മയും ബാപ്പയും ഒരുമിച്ച് കൂടിയ സ്ഥലം. അറഫ, ഉമ്മയും ബാപ്പയും സന്തോഷിച്ച സ്ഥലം, അതാണ് അറഫ. അവിടെ വന്ന് താമസിക്കും. ഭൂമിയിൽ വന്നുകൊണ്ട് അവർ താമസിച്ചു. അള്ളാഹു റബ്ബി ഹവ്വാ പ്രസവിച്ചു, മക്കളായി, മക്കൾക്ക് മക്കളായി. ആ കുടുംബ ജീവിതം ഇന്നും തുടരുകയാണ്. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ വാപ്പ ഉമ്മ കുടുംബങ്ങൾ അന്വേഷിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള നിങ്ങൾ നോക്കൂ. ഒരു കല്യാണത്തിന് എന്താണ്, നിങ്ങളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ കെട്ടാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാമെന്നും അങ്ങോട്ട് കല്യാണം കഴിക്കാമെന്നും ഏകദേശം പുറത്തുനിന്ന് ധാരണയാകുന്ന പെണ്ണിനെ പുരുഷൻ പോയി കാണണം. എന്തിനാ കാണുന്നത്? എവിടെയെങ്കിലും പോയി നോക്കി പോരലല്ല. കാണാൻ വേണ്ടി പോകുമ്പോൾ 28 ആളെയും കൊണ്ടുപോകലല്ല. കെട്ടാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരി ഒരു 2 ആളെയും നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്താ നിങ്ങളെ പേര്?
എൻ്റെ പേര് മുഹമ്മദ് അലി. ആ, നിങ്ങൾ എത്ര വരെ പഠിച്ച്? ഞാൻ ഡിഗ്രി. +2 എങ്ങനെ ഉണ്ടായിരുന്നു? ആ, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. SLCക്ക് A+ ഉണ്ടായിരുന്നു. അപ്പാ ഓളോട് തിരിച്ച്, മോളെ നിന്റെ പേരെന്താ? എൻ്റെ പേര് ആയിഷു. എന്താ, എത്ര ക്ലാസ് പഠിച്ചു, എന്തൊക്കെ ഉണ്ട്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ മനസ്സിലായി സംസാരിക്കാൻ കഴിയുന്ന കുട്ടിയാണ് ഇല്ലേ. പഠിച്ചതൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി ബുദ്ധിയുണ്ട്. A+ ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി അത്യാവശ്യം കുഴപ്പമില്ല ഇല്ലേ. ഈ സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, അന്വേഷിക്കുക. എന്നിട്ടോ ബാക്കി കാര്യങ്ങൾ ഉമ്മയും വാപ്പയും ഒക്കെ കൂടി നാട്ടിലെ 4 ആള് ഉത്തരവാദപ്പെട്ടവർ ചേർന്ന് അങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ സന്തോഷം കണ്ട് ആനന്ദിക്കാൻ കുടുംബങ്ങളും നാട്ടുകാരുമുണ്ട്. മോളെ, നിന്റെ ആ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അസ്വാരസ്യമുണ്ടായാൽ, എന്തെങ്കിലും ചെറിയ, അവന്റെ സ്വഭാവം നിനക്ക് പറ്റണില്ല, നിന്റെ സ്വഭാവം അവൾക്ക് പറ്റണില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായ അസ്വാരസ്യമുണ്ടായാൽ അത് പറഞ്ഞു തീർക്കാൻ കുടുംബങ്ങളുണ്ട്, അത് ഇടപെടാൻ കമ്മിറ്റിക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, മഹല്ലുണ്ട്. നിനക്ക് ഒരുപാട് ആളുണ്ട്. ഒരു പെണ്ണും നാട്ടിൽ ഒറ്റക്കല്ല, ഒരു പുരുഷനും നാട്ടിൽ ഒറ്റക്കല്ല. ഇങ്ങനെയാണ് അള്ളാഹു തആല നമ്മളെ സാമൂഹ്യ ജീവിതം വെച്ചിട്ടുള്ളത്. മോളെ, കണ്ട വാട്സപ്പിലെ പുതിയാപ്പളുടെ കൂടെ നീ പോയാൽ നീ ഓർമ്മിക്കണം മോനെ, നീ ഏതെങ്കിലും പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവന്നാൽ നീ ഓർക്കണം, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരാളെയും കിട്ടുകയില്ല, ഒരാളും ഉണ്ടാവുകയില്ല. മുച്ചിറിയാണ്, പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് മുച്ചിറിയാണെന്ന് കണ്ടപ്പോൾ അന്ന് പോയ വാട്സപ്പിലെ പുതിയാപ്പളനെ പിന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ വാട്സപ്പിൽ കിട്ടിയിരിക്കുന്ന പുതിയാപ്പളിന്റെ കൂടെ ചാടിപ്പോയ പെണ്ണ് കോട്ടേഴ്സിൽ ദുരിതം അനുഭവിക്കുകയാണ്. ഏതുവരെ? ആ കോട്ടേഴ്സുകാരി ഇറക്കി വിടുന്നത് വരെ. കോട്ടേഴ്സുകാര് വാടക കൊടുക്കാൻ സാധിക്കാതെ ഇറക്കി വിട്ടാലോ റെയിൽവേ സ്റ്റേഷനിലോ റോഡരികിലോ തെണ്ടിത്തരയേണ്ടി വരും. മോളെ, നീ ആലോചിക്കണം, പ്രിയപ്പെട്ട മോനെ, നീ ആലോചിക്കണം. നമ്മുടെ ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി ഓടിപ്പോകേണ്ട സംഗതിയല്ല. ബോംബെയിലെ ചുവന്ന തെരുവിൽ ഓടിപ്പോയി പെട്ടിരിക്കുന്ന പെൺകുട്ടികൾ, കാണാതാകുന്ന പെൺകുട്ടികളെ ബോംബെയിലെ ചുവന്ന തെരുവിൽ, അല്ലാഹു റബ്ബി. ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, എന്താ ചോര ഊറ്റിക്കുടിച്ച് മാങ്ങാത്തോടയക്കണം ഓരോരുത്തർ, ആർക്കും വേണ്ടാത്തതയക്കണ്. പണ്ട് S.A. ജമീലിന്റെ പാട്ട് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പരം ചക്കര, 3 മക്കളെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പരാറില്ലേ. അങ്ങനെ ആ കൊപ്പരയായപ്പോ ആർക്കും വേണ്ട, അവരൊക്കെ നടുറോട്ടിൽ തള്ളി. ഇപ്പൊ ബോംബെയിൽ പെണ്ണുങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് വലിയ പ്രകടനം. എന്താണ്? ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക. വേശ്യാവൃത്തി എന്നും വ്യഭിചാരമൊക്കെ മാറ്റിയിട്ട് പേരാണ് നന്നാക്കിയത് കൊണ്ട് ജീവിതം നന്നാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഓർക്കണം മക്കളെ, നമുക്കൊരു ഉമ്മയുണ്ട്, നമുക്കൊരു വാപ്പയുണ്ട്. നമ്മുടെ കല്യാണം അവർക്കറിയാം. നമ്മളെക്കാൾ എൻ്റെ മോളൊരു പുതുമണവാട്ടിയായി ഇറങ്ങുന്നത്, എൻ്റെ മകനൊരു പുതുമണവാളനായി ഇറങ്ങുന്നത്. ഓ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സന്തോഷത്തോടു കൂടെ നടക്കുന്നതാണ് ഒരു വിവാഹ ജീവിതം. ആ വിവാഹ ജീവിതത്തെ മലിനപ്പെടുത്തല്ലേ, ആ വിവാഹ ജീവിതത്തെ കളങ്കപ്പെടുത്തല്ലേ. അള്ളാഹുവിന്റെ റസൂൽ കണ്ട നിങ്ങൾ ആ ചെറുപ്പക്കാരന് ലാ അർളലി വലാ ബൈതലി വലാ മാലലി, നബിയെ എനിക്ക് വീടില്ല, എനിക്ക് പറമ്പില്ല, എനിക്ക് പണമില്ല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ആയത്തുൽ കുർസി പതിവാക്കിക്കോ, നിനക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. അവിടുത്തെ ഉന്നത തറവാട്ടുകാരെ വീട്ടിൽ പോയിട്ട് ആ ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ്. എന്താ ആവശ്യം? ഞാൻ ഇവിടെ ഇങ്ങനെ ഇന്ന പേരുള്ള ഒരു മോളില്ലേ, അവളെ കല്യാണം അന്വേഷിച്ച് വന്നതാ. മാതാപിതാക്കൾ ആലോചിച്ചു. ആ പെൺകുട്ടിയോട് പറഞ്ഞു, റസൂലുള്ള ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട് മോളെ, നിന്റെ കല്യാണ അന്വേഷണത്തിന് പറഞ്ഞയച്ചതാ. ആ പെൺകുട്ടി മാതാപിതാക്കളോട് പറയുന്നുണ്ട്, ഉപ്പ ഉമ്മ, അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചതല്ലേ, അതിന് നമ്മൾ മുടക്കം പറയണ്ട, അവരെന്നെ കണ്ടോട്ടെ, ഇഷ്ടപ്പെടുമോ നോക്കാം. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടിയും സ്വഹാബിയും കണ്ടു, അവരിഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ ആ സ്വഹാബിയോട് പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറയണം, കല്യാണം നടത്തി തരുന്നതിന് കുഴപ്പമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആ സ്വഹാബി അങ്ങോട്ട് പോയതെങ്ങനെ? അങ്ങോട്ട് പോയത് അത്ര പ്രയാസത്തിലാ. ഇങ്ങോട്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് എത്തിയില്ലേ. അല്ലാഹു റബ്ബി. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, നല്ല മാന്യമായ കുടുംബത്തിലാണ് ഞാൻ പോയി കയറിയത്, റസൂലുള്ള പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വല്ലാതെ സ്വീകരിച്ചു, സൽക്കരിച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാ നമുക്ക് ആ നിക്കാഹ് നടത്താം മോനെ. അപ്പൊ ആ സ്വഹാബി ഇങ്ങനെ പതുക്കെ നിന്നിട്ട് പറഞ്ഞു, നബിയെ നിക്കാഹ്? ആ നിക്കാഹ് നടത്താം. മഹർ കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ സാന്ത്വനത്തിന് സഹായിച്ചു നമ്മൾ അലി സാഹിബ് എന്നൊക്കെ പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ റസൂൽ കാണിക്കണത് കണ്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, അവിടെ ബുറൈദ റളിയല്ലാഹു അൻഹു കുറച്ച് കഴിവുള്ള സ്വഹാബിയാണ്. ബുറൈദ റളിയല്ലാഹു അൻഹു ബുറൈദാനോട് പോയിട്ട് റസൂലുള്ള എന്റെ നിക്കാഹ് ഉറപ്പിക്കുന്നുണ്ട് എന്ന്
ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു ബുറൈദ തങ്ങളോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് റസൂലുള്ള ഒരു കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്, അതിന്റെ നിക്കാഹിന്റെ സമയമാവുകയാണ്, എന്നിട്ടോ എനിക്ക് നിക്കാഹിന് മഹർ കൊടുക്കാൻ ഒന്നുമില്ല. ബുറൈദ റളിയല്ലാഹു അൻഹു ചെറിയ ഒരു സ്വർണ്ണമോതിരം എന്ന് പറയാം, നമുക്ക് ഒരു സ്വർണ്ണമോതിരം എന്ന് പറയാം, അത് സംഘടിപ്പിച്ചുകൊണ്ട് ബുറൈദ റളിയല്ലാഹു അൻഹു റബീഅത്തിനെ ഏൽപ്പിച്ചപ്പോൾ ആ സ്വർണ്ണമോതിരവുമായി ഓടി വന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു, നബിയേ എനിക്ക് മഹർ കൊടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമുക്ക് കല്യാണത്തിന്റെ ഡേറ്റ് അന്വേഷിക്കാം, കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിക്കാം. അപ്പ സ്വഹാബി ചോദിക്കണ്ടേ, നബിയേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലീമത്ത് സൽക്കാരം കൊടുക്കണ്ടേ? പല സൽക്കാരങ്ങളുണ്ട്. വിവാഹ സൽക്കാരത്തിന് വിളിച്ചാൽ ഒരു വിധം കഴിയുമോ ആ സൽക്കാരത്തിന് പോണം. സൽക്കാരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കാരമാണ് ഏത്? വലീമത്ത് കൊടുക്കുന്ന വിവാഹ സൽക്കാരം. വിവാഹ സൽക്കാരത്തിന് ഒരാൾ വിളിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തോട് വിവരം പറയണം. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ കഴിയാതിരുന്നതാണ് കേട്ടോ. അത്ര പ്രധാനപ്പെട്ട സൽക്കാരമാണ് വലീമത്ത്. വിവാഹത്തിന് ക്ഷണിക്കണം, അവരവരെ കഴിവനുസരിച്ച്. വലുതാക്കണം എന്നല്ല പറഞ്ഞത്, കഴിവനുസരിച്ച് അതിൽ സംബന്ധിക്കണം. ഒരു വിധം കഴിയും പോകാൻ കഴിയില്ലേ വിവരം അറിയിക്കണം. അത്ര പ്രധാനപ്പെട്ട സൽക്കാരമാണ് വിവാഹ സൽക്കാരം. ആ സൽക്കാരത്തിന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമുക്ക് കല്യാണത്തിന് ഡേറ്റ് നിശ്ചയിക്കാൻ. അപ്പാ സ്വഹാബി ചോദിച്ചു, നബിയെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? യാ റബ്ബ്, കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നും കൂടി ബുറൈദാന്റെ അടുത്ത് പോയി നോക്കുക. ബുറൈദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് നബി തങ്ങൾ എനിക്ക് കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാണ്. അപ്പൊ ബുറൈദ റളിയല്ലാഹു അൻഹു വളർത്തുന്ന ആടുകളുണ്ട്. ആ ആടുകളെ കൂട്ടത്തിൽ നല്ല ഒരാട്, എന്താ ഉഷാറുള്ള ആട്. ആ ആടിനെ നല്ല ഒരു കൊറ്റനാട്ടിനെ റെഡിയാക്കിയിട്ട് കഴുത്തിൽ കയറിട്ട് പറഞ്ഞു, ബുറൈദ റളിയല്ലാഹു അൻഹു ഇത് കൊണ്ട് പോയിക്കോനെ റബീഅത്ത് റളിയല്ലാഹു അൻഹു ആടിനെയും കൊണ്ട് ഇങ്ങനെ വരുമ്പോ സ്വഹാബാക്കളൊക്കെ ചോദിച്ചു, റബീഅത്തെ കല്യാണം ഉറപ്പിച്ചോ? റബീഅത്ത് റളിയല്ലാഹു അൻഹു ആടിനെ കൊണ്ടുവന്നിട്ട് മുത്തുനബിന്റെ മദീന പള്ളിന്റെ മുൻവശത്ത് കെട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ ബുറൈദ എനിക്ക് നല്ലൊരു ആടിനെ തന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമുക്ക് സൽക്കാരം ഉണ്ടാക്കാം. അപ്പൊ സ്വഹാബി വെച്ച, നബിയെ വെറും ഇറച്ചി മാത്രം കൊടുത്താൽ മതിയോ? എന്തെങ്കിലുമൊക്കെ അയക്കാൻ വേണ്ടി വരൂലേ? അല്ലാഹു റബ്ബി. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മോനെ റബീഅ നീ ഇന്ന് ഉമ്മാന്റെ അടുത്ത് പോയി നോക്ക് എന്ന് പറഞ്ഞു റസൂലുള്ള. ആയിഷ ബീവിനെ എല്ലാരും വിളിക്കുന്നത് ഉമ്മ എന്നാണ്. ആയിഷ ബീവിക്ക് വയസ്സ് കുറച്ചുള്ളൂ, പക്ഷേ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യ എല്ലാവർക്കും ഉമ്മയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ ആയിഷ ബീവിന്റെ വാപ്പ. മൂപ്പര് പോലും പലപ്പോഴും ആയിഷുവിനെ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്താ കാരണം? അത് മുത്തുനബിന്റെ അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മുത്തുനബിന്റെ ഭാര്യമാർ നിങ്ങൾക്ക് സാധാരണ സ്ത്രീകളല്ല. സിദ്ദീഖ് തങ്ങളുടെ മോളാണ് ആയിഷു. റസൂലുള്ള വഫാത്താകുമ്പോൾ മൂപ്പത്തിക്ക് 18 വയസ്സായിട്ടുള്ളൂ. അത്ര ചെറിയ പെണ്ണ. എന്നിട്ടോ സിദ്ദീഖ് തങ്ങൾ അടക്കമുള്ളവർ വിളിക്കുന്നത് എന്താണ്? ഉമ്മാന്നാണ്. അത് റസൂലുള്ളാഹിന്റെ ഭാര്യ എന്നുള്ള ബഹുമാനമാണ്. നമ്മളെ കണ്ടിട്ടില്ല, നമ്മളെ നാട്ടിലൊക്കെ ചെറിയ തങ്ങളുട്ടിയാണെങ്കിലും തങ്ങൾ പാപ്പ എന്ന് പറയും. അതൊരു ബഹുമാനമാണ്. അപ്പോ നാം ഓർമ്മിക്കണം, ആ ബഹുമാനപ്പെട്ട ആയിഷ ബീവിന്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ അടുത്ത് പോയി നോക്ക്, നിനക്ക് ഈ ഇറച്ചിക്ക് എന്തെങ്കിലും ഗോതമ്പ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വാതിൽക്കൽ പോയിട്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹു ഉമ്മാന്ന് വിളിച്ചു. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് പറഞ്ഞു, എനിക്കിങ്ങനെ മഹർ കൊടുക്കാൻ മോതിരം കിട്ടി, ഇപ്പൊ ആടിനെ അറുക്കാൻ വേണ്ടി ഒരു ആടും കിട്ടി, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് റൊട്ടി ചുടാൻ ഗോതമ്പ് വേണ്ടേ? റസൂലുള്ളാഹി എന്നെ പറഞ്ഞയച്ചതാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പാത്രമൊക്കെ മുട്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ച് ഗോതമ്പുണ്ട്. ആ ഗോതമ്പ് റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ട് മദീനത്തെ പള്ളിയിൽ മുതഅല്ലിമായിട്ട് ഓതിപ്പടിക്കുന്ന മുത്തുനബിന്റെ ഖാദിം, ആ ഖാദിമായ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നിക്കാഹും കല്യാണവും നടക്കാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, നിക്കാഹിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. അല്ലാഹു റബ്ബി, റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് വീടില്ല, പറമ്പില്ല. അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട റബീഅത്ത് തങ്ങളുടെ അടുക്കൽ പണമില്ല. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തുൽ കുർസി നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നില്ലേ എന്ന് മുത്തുനബി ചോദിച്ചത്. ഹൽ മഅക ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയുടെ പതിവ് നിങ്ങൾക്കില്ലേ? ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു കല്യാണം ചെയ്തു. അവര് ഭാര്യ ഭർത്താക്കളായി ഇണജീവിതം നയിച്ചു. ആയത്തുൽ കുർസി അങ്ങനെ രണ്ടാളും ഓതിക്കൊണ്ടിരുന്നു. അൽഹംദുലില്ലാഹ്, അവരുടെ ജീവിതത്തിന് ഐശ്വര്യം വരാൻ തുടങ്ങി.
ഐശ്വര്യം വരാൻ തുടങ്ങി. നബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിക്കുന്നതിന്റെ അടുത്ത്, സിദ്ദീഖ് തങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് ചെറിയൊരു വീടും ഒരു പറമ്പും വിൽപ്പനക്ക്. അല്ലാഹു റബ്ബി അത് വാങ്ങിയിട്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹു അതിൽ താമസം തുടങ്ങി. റബീഅത്ത് റളിയല്ലാഹു അൻഹു ഓർത്തു നോക്കൂ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു, വീട് വെച്ചു കൊടുത്തു. ആ പറമ്പിൽ ഈത്തപ്പന മരങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് അതൊക്കെ നല്ല പോലെ കായ്ക്കനികൾ ഉണ്ടായി. യാ റബ്ബ്, റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിൽ വലിയ സൗഭാഗ്യം. എന്തായിരുന്നു അതൊക്കെ? അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഹൽ മഅക ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്നത് വിശുദ്ധ ഖുർആനിലെ നേതാവായ ആയത്താണ്. എന്ന് തുടങ്ങി അൽ അലീം എന്ന് അവസാനിക്കുന്നതിനിടക്ക് അള്ളാഹുവിന്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഖുർആനിലെ ഏക ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 11 പ്രാവശ്യത്തെ പാരായണമുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞ് പതിവായി ആയത്തുൽ കുർസി ഓതിയ ആൾക്ക് അവർക്ക് സ്വർഗം കിട്ടാൻ മരിക്കലല്ലാതെ വേറെ തടസ്സമില്ല. അത്ര പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ കുർസി. നമ്മളെ മദ്രസന്റെ 25ാം വാർഷികത്തിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചു പോളോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആയത്തുൽ കുർസി പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം നിങ്ങളൊക്കെ കണ്ണ് ചോറിൻ്റെ പൊതിമക്കാണ്. അല്ലാതെ മനുഷ്യൻ്റെ ഒരു സഹജമാണ്, നിങ്ങളായിട്ടുള്ള കുറ്റമല്ല. ഞാനാണ് നിങ്ങളെ മതിരിച്ച് അതിലേറെ നോക്കും. നിങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഒരു കണ്ണുകൊണ്ട് നോക്കണുള്ളൂ, ഞാനാണെങ്കിൽ നോക്കിയോടുന്ന് കണ്ണെടുക്കുന്നല്ല. അപ്പോൾ നമ്മളാ ചോറിൻ്റെ പൊതിയൊക്കെ ഇങ്ങനെ നല്ല മട്ടത്തിൽ വരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് വിതരണത്തിനായോ? തങ്ങളോ വിതരണത്തിനായോ?